സുകുമാരി, അബദ്ധം കാണിക്കരുത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ ജയഭാരതി? അന്തസ്സും പണവുമുള്ള വലിയ തറവാട് കോണിമംഗലം. നിങ്ങളൊക്കെ കൽപ്പിച്ചാലേ അത് രാജകൽപ്പന പോലെയല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? വെന്ത് വെണ്ണീറാവാനല്ലേ പറ്റൂ. അബദ്ധമൊന്നും കാണിക്കരുത്. ഒത്തട്ട പരമേശ്വര, എന്റെ മോളും ഞാനും ഈ ഉമ്മർത്ത് തന്നെ കിടന്ന് കത്തട്ടെ. എന്നിട്ട് ആളുകൾ ഓടിക്കൂടട്ടെ. കാരണം അന്വേഷിച്ച് ടി വിക്കാരൊക്കെ വരുമല്ലോ. അപ്പൊ അവരുടെ മുമ്പിൽ എല്ലാവരും കൂടി പറഞ്ഞു കൊടുക്കണം, രണ്ടാം ഭാര്യയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആദ്യ ഭാര്യയെ ഉമ്മറത്തിട്ട് ചുട്ടുകൊന്നതാണെന്ന്. അപ്പൊ വരും പോലീസുകാരി. അവര് ചോദിക്കും നിങ്ങളോട് ന്യായോ നിയമോ ഒക്കെ. അപ്പോ അച്ഛനും അമ്മയും അമ്മൂമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ നിരന്ന് നിന്നങ്ങോട്ട് പറഞ്ഞേക്കണം, എടാ വരുണേ, എന്റെ മോള് ചാകുന്നതിന്റെ കാരണം നീയും നിന്റെ ഈ കൂടെ നിൽക്കുന്ന എറണക്കെട്ടോളുവാ. നിനക്കൊക്കെ ശിക്ഷ കിട്ടുമ്പോ ഞാനും എന്റെ മോളും ഒക്കെ അങ്ങ് മുകളിലിരുന്ന് കാണും. അമ്മേ, അബദ്ധമൊന്നും കാണിക്കരുത് വെറുതെ. ദേവാ, നിങ്ങൾ ആരൊക്കെ വെറുത്താലും എന്റെ മോളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അവള് ജീവിക്കണ്ടടാ. ഓർമ്മയും ബുദ്ധിയും ഇല്ലാത്ത അവസ്ഥയില് ഇവളിനി ജീവിക്കണ്ട. അമ്മ എന്തായി കാണിക്കുന്നത്? ചുറ്റുമുള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില് ഇവളിനി ജീവിക്കണ്ട. നിങ്ങൾ കണ്ടോ? എല്ലാവരും കണ്ണ് നിറഞ്ഞ് നോക്കി നിന്ന് കണ്ടോ? കത്തിക്കാൻ പോവാ ഞാനിവിടെ. ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കുടുംബം ഇല്ലാതാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇവൾ ഇവിടെ വന്നതു മുതൽ നിന്റെ മുഖത്തൊരു തിളക്കം ഞാൻ കാണുന്നുണ്ട്. നീ നിൽക്കുന്നത് ഏതവസ്ഥയിലാണെന്ന് നോക്കിയിട്ട് മതിയല്ല. അയ്യോ മുത്തശ്ശി, ഞാൻ ഇവൾക്ക് കൂട്ടു നിന്നൊന്നും അല്ല. ആ സുകുമാരിയമ്മ വിളിച്ചു പറഞ്ഞത് മുത്തശ്ശി കേട്ടില്ലേ? അവരിവളെ കത്തിച്ചു കൊന്നു തന്നെ ഞാൻ കരുതിയത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതിന്റെ പേരിൽ വരുൺ മാത്രമാണോ അകത്ത് പോകേണ്ടി വരിക? അച്ഛനും സൂര്യയും മുത്തശ്ശി അടക്കം എല്ലാരും ചെന്ന് നിൽക്കേണ്ടി വരില്ലേ കോടതിയില്? എന്റെ വാ അടപ്പിക്കാൻ എളുപ്പോ, പക്ഷെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെ കാണുകെ വരുൺ വിവാഹം കഴിച്ചത് പ്രിയങ്കയെ തന്നെയാ. പ്രിയങ്ക കണിമംഗലത്തുണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കല്യാണ പന്തലിൽ നടന്ന കഥയൊക്കെ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ മുത്തശ്ശി? ആ സുകുമാരിയമ്മ പറഞ്ഞ നിയമം കേട്ടില്ലേ? നിയമത്തിന്റെ കണക്കില് വരുണിന്റെ ഭാര്യ ഇപ്പോഴും ഈ പ്രിയങ്ക തന്നെയാ. ഇപ്പൊ പ്രിയങ്ക കണിമംഗലത്തുണ്ട്. വരുൺ ഇപ്പൊ തന്നെ അവളെ ഇറക്കി വിടെന്ന് പറഞ്ഞു നിൽക്കുക. വരുൺ എവിടെ? ഞാൻ കേൾക്കുന്നുണ്ട് മാഡം. മാഡം പറഞ്ഞോളൂ. വരുൺ
ഇതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പ്രിയങ്കയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. മാഡം, നിങ്ങൾ തമ്മിലുള്ള വിവാഹം ക്ഷേത്ര കമ്മിറ്റി വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഹിന്ദു നിയമപ്രകാരം അത് കോടതിയുടെ മുന്നിൽ കൃത്യമായൊരു തെളിവുമാണ്. ഏതെങ്കിലും രീതിയിൽ ഡിവോഴ്സ് നടന്നാൽ മാത്രമേ നിങ്ങൾ സെപ്പറേറ്റ് ആവൂ. തൽക്കാലം ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും പ്രിയങ്കയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ടീഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ആർക്കും പ്രിയങ്കയെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ തൽക്കാലം അവിടെ നിന്ന് അടിച്ചിറക്കിയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു കേസ് പുറത്തേക്ക് പോയാൽ അത് വരുണിനും രാധികയ്ക്കും കുടുംബത്തിനും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതെ എല്ലാരും കൂടി ആലോചിച്ച് എങ്ങനെയെങ്കിലും അനുനയത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. കേട്ടല്ലോ? ശരി മാഡം. പിന്നെ രാധിക, നിനക്ക് മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ചെറുതല്ല. പിന്നെ എങ്ങനെയൊക്കെയോ നീ അത് തരണം ചെയ്തു പോകുന്നു. ഈ കാര്യത്തിലും അത് തന്നെ വിശ്വസിക്കും. എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. എന്നാ ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ? ശരി. ശരി.